മുസ്ലിംസിന് എപ്പോഴുമുള്ള ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു വിഷയമാണ് യഹൂദർ ഈ ടെമ്പിൾ മൗണ്ട് എല്ലാം കൈവശമാക്കുമെന്ന്. യഹൂദർക്ക് അപ്രകാരമുള്ള രീതിയിൽ അവസരങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഡോം ഓഫ് ദ റോക്കിനെ ഒക്കെ നശിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ നടത്തുവാൻ. പക്ഷേ യഹൂദർ അത് ചെയ്തില്ല. അലക്സ മോസ്ക് ആണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. പിന്നെ നിങ്ങളിവിടെ കാണുന്ന ഈ ഷ്രൈനാണ് ഡോം ഓഫ് ദ റോക്ക്. ഈ രണ്ട് സ്ട്രക്ചേഴ്സും നിലകൊള്ളുന്നത് ടെമ്പിൾ മൗണ്ടിലാണ്. അവിടെയായിരുന്നു യഹൂദരുടെ രണ്ടാം ആലയം ഒരു കാലത്ത് സ്ഥിതി ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലായി ഇസ്രയേലും ഇറാനും മിസൈലും ഡ്രോൺ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിടുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുവരികയായിരുന്നു. അവയ്ക്കെല്ലാം ഈ ചുവന്ന പശുവിൻ്റെ യാഗവുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കണമല്ലോ ഇറാന്റെ പകരക്കാരായ ഹമാസിന്റെ തന്നെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരുന്നു, ഈ ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിന്റെ പിമ്പിലെ ഒരു കാരണം ഇസ്രയേലിൽ നടത്തുവാൻ പോകുന്ന ഈ ചുവന്ന പശുവിൻ്റെ യാഗമാണെന്ന്. അതെല്ലാം ഞാൻ ഇതിനു മുമ്പുള്ള സന്ദേശത്തിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്.